ചൈനയുടെ ഒരു പ്രതികരണം വരുന്നത് ശ്രദ്ധിക്കണം. ചൈന ഈ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുകയാണ്. ഇരുപക്ഷവും എസ്കലേഷനിലേക്ക് പോകരുത് എന്നുള്ളതാണ് ചൈനയുടെ നിലപാട്. ഇന്ത്യ ആക്രമണം നടത്തിയ ആദ്യത്തെ ദിവസം ചൈന റിഗ്രറ്റബിൾ എന്ന ഒരു ചെറിയ വാക്കിൽ ഒതുക്കിയിരുന്നു. ചൈന വളരെ പരസ്യമായി പക്ഷം പിടിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ വലിയ ആശങ്കയുണ്ട് എന്ന് ചൈന പറയുന്നു. ഞങ്ങൾ ഈ വിഷയം ക്ലോസ്ലി വളരെ അടുത്തുനിന്ന് നോക്കിക്കാണുകയാണ്. ഏതാണ്ട് നിഷ്പക്ഷം എന്ന് വിളിക്കാൻ കഴിയുന്ന നിലപാട് പരസ്യമായി ചൈന എടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച വന്ന നിലപാടിന് ഒരു അല്പം മയപ്പെടലുണ്ട് ചൈനീസ് നിലപാടിൽ എന്നതാണ്. പരസ്യമായി പ്രകടിപ്പിക്കുന്ന നിലപാടാണ്. ചൈനയുടെ നിലപാടും കൂറും എപ്പോഴും പാകിസ്ഥാന് ഒപ്പമാണ്, ഇന്ത്യക്കൊപ്പമല്ല എന്നത് ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. അതേസമയം ഇപ്പോൾ പരസ്യമായി എടുത്തിരിക്കുന്ന നിലപാടിലാണ് ഒരു നിഷ്പക്ഷ നിലപാട് തോന്നിപ്പിക്കുന്നത്. നിലവിലെ സ്ഥിതിയിൽ കടുത്ത ആശങ്കയുണ്ട് എന്നതാണ് ചൈന പറഞ്ഞു വയ്ക്കുന്നത്. ഇരുവശവും സമാധാനത്തിന് തയ്യാറാകണം എന്ന അഭ്യർത്ഥനയും ചൈന ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഔദ്യോഗികമായ പ്രതികരണമാണ് സമയം മുമ്പ് വന്നത്. രാജസ്ഥാനിലെ ബാർമറിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടർ എല്ലാവരും വീടുകൾക്കകത്ത് തന്നെ ഇരിക്കണം, ആരും പുറത്തിറങ്ങരുത്, മാർക്കറ്റുകളിലോ പൊതുസ്ഥലങ്ങളിലോ ആരും പോകരുത്. രാജസ്ഥാനിലെ ബാർമർ ജില്ലയിൽ കളക്ടർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരും, എല്ലാ ആളുകളും വീടുകളിൽ തന്നെ തുടരുക, ആരും മാർക്കറ്റുകളിലോ മറ്റ് പൊതുസ്ഥലങ്ങളിലോ പോകരുത് എന്നുള്ളതാണ് അവിടെ റെഡ് അലർട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം ആരംഭിക്കുകയാണ്. ഇന്ത്യയുടെ ആക്രമണം, പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനവും ഇന്ത്യയുടെ വ്യോമ അതിർത്തി ലംഘനവും അടക്കമുള്ള വിഷയങ്ങൾ വിശദീകരിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തുകയാണ്. സൗത്ത് ബ്ലോക്കിലെല്ലാം തയ്യാറാണ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അല്പസമയത്തിനകം എത്തും. ഒപ്പം കേണൽ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയുമാണ് മിലിറ്ററി ഓപ്പറേഷൻ വിവരങ്ങൾ കഴിഞ്ഞ 4 ദിവസമായി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് ഇന്നും വാർത്താ സമ്മേളനം നടത്തുക. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം ആരംഭിക്കും. പ്രശ്നം അവസാനിപ്പിക്കാൻ ഇടപെടാനുള്ള സന്നദ്ധത കൂടി ചൈനയുടെ പ്രതികരണത്തിൽ ഉണ്ട്. പ്രശ്നം അവസാനിപ്പിക്കാൻ ഇടപെടാം എന്ന നിലപാടിലേക്ക് ചൈന മാറുന്നു. ഒരു നിഷ്പക്ഷ നിലപാട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതികരണം വരുന്നത്. പി ബസന്ത് ഡൽഹിയിലുണ്ട്. ബസന്ത്, ഇപ്പോൾ ചൈനയുടെ പ്രതികരണം കൂടി വരികയാണ്. നേരത്തെയുള്ള നിലപാടിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ചൈന നേരത്തെയും ഈ പാകിസ്ഥാൻ അനുകൂല നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുമ്പോഴും ചൈന ഒരു പാക് അനുകൂല നിലപാട് തന്നെയാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ പാകിസ്ഥാന് ആയുധങ്ങൾ എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അതായത് ചൈന അവരുടെ ഔദ്യോഗിക മുഖപത്രം എന്ന് പറയാവുന്ന ഗ്ലോബൽ ടൈംസിൽ വരുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ്റെ കൈവശമുള്ള ചൈനീസ് നിർമ്മിതമായ JF-17 തകർത്തു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു ഇന്ത്യ വിരുദ്ധത ആ വാർത്തയിൽ തന്നെ മുഴങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചൈന ഇപ്പോൾ ഒരു വിദേശ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലാണ് ഈ ചർച്ചയിൽ ഇടപെടണം, ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളത്. അവരുടെ എല്ലാ റിലീസിലും അത്തരത്തിലൊരു വാചകം കടന്നുകൂടാറുണ്ട്. പക്ഷേ അപ്പോഴും രഹസ്യമായോ അല്ലെങ്കിൽ പരോക്ഷമായോ ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ പാക് അനുകൂല നിലപാട് തന്നെയാണ് പലപ്പോഴും ചൈന സ്വീകരിക്കുന്നത്.